Hi all. Today we are going to discuss about the construction of DC machines and EMF equation. For module 1 SY Mechanical Engineering, our subject is E311 Electrical Drives and Control for Automation. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡി സി മെഷീൻസിനെ കുറിച്ചാണ് പഠിച്ചത്. ഡി സി മെഷീൻസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡി സി ജനറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ, ഈ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻസ് ആൻഡ് ഇ എം എഫ് ഇക്വേഷൻ. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ടും ഈ മോഡ്യൂളിൽ പഠിക്കുന്നത് ഡി സി ജനറേറ്ററിനെ കുറിച്ചാണ്. ഡി സി ജനറേറ്ററിൻ്റെയും ഡി സി മോട്ടറിൻ്റെയും കൺസ്ട്രക്ഷൻ സെയിം ആണ്, അതിൻ്റെ ഓപ്പറേഷൻ മാത്രമാണ് ഡിഫറൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ കൺസ്ട്രക്ഷൻ ഡി സി ജനറേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചാലും, ഡി സി മോട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചാലും, ഡി സി മെഷീൻസിൻ്റെ കൺസ്ട്രക്ഷൻ ചോദിച്ചാലും ഒരേ ആൻസർ തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ ജനറേറ്ററിൻ്റെ ഡി സി ജനറേറ്ററിൻ്റെ ഇ എം എഫ് ഇക്വേഷനാണ് അടുത്ത ടോപ്പിക്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് എ പ്രാക്ടിക്കൽ ഡി സി മെഷീൻ. അപ്പോൾ ഒരു ഡി സി ജനറേറ്ററോ ഒരു ഡി സി മോട്ടറോ എടുത്തു കഴിഞ്ഞാൽ അതിന് സെയിം കമ്പോണൻസ് തന്നെയാണുള്ളത്. മെയിനായിട്ടും ഫീൽഡും അതുപോലെ ആർമേച്ചറുമാണ് ഏറ്റവും മെയിൻ പാർട്ടുകൾ ഒരു ഡി സി മെഷീനെ സംബന്ധിച്ചിടത്തോളം. അത് മോട്ടർ ആയാലും ജനറേറ്റർ ആയാലും ആ ഫീൽഡും ആർമേച്ചറും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് തന്നെയാണ്. അതുപോലെ നമുക്ക് ഈ ഫിഗറിൽ കാണപ്പെടുന്ന പോലെ തന്നെ പോൾസ്, പോൾ ഷൂ, ആർമേച്ചർ വൈൻഡിങ്, യോക്ക്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്, ആർമേച്ചർ തുടങ്ങിയ എല്ലാ പാർട്ടുകളുമാണ് ഡി സി ജനറേറ്ററിനും ഡി സി മോട്ടറിനും കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ പാർട്ടുകളെക്കുറിച്ചും നമുക്ക് ചെറിയ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് നമുക്ക് ഡി സി മെഷീൻ്റെ കൺസ്ട്രക്ഷൻ പഠിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സിലബസിൽ എടുത്തു പറയുന്നില്ലെങ്കിലും കൺസ്ട്രക്ഷൻ ഓഫ് ഡി സി മെഷീൻ നമ്മൾ പഠിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് യോക്ക് ആണ്. യോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡി സി മെഷീൻ്റെ ഔട്ടർ മോസ്റ്റ് കവറിങ്ങിനെയാണ് യോക്ക് എന്ന് പറയുന്നത്. ആ കവറിങ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു ദ പോൾസ് ആൻഡ് മേഡപ്പ് ഓഫ് കാസ്റ്റ് അയൺ ഓർ സ്റ്റീൽ. പോൾസിന് മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് യോക്കിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ. അത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ്. ഇറ്റ് ഫോംസ് എ പാർട്ട് ഓഫ് ദ മാഗ്നറ്റിക് സർക്യൂട്ട്. അത് മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ ഒരു പാർട്ട് ഫോം ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ദ പാത്ത് ഓഫ് ലോ റിലക്റ്റൻസ് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സ് കടന്നു പോകാനുള്ള ഒരു ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് യോക്കിൻ്റെ അടുത്ത ഫംഗ്ഷൻ. ലോ റിലക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്ത് പറയുമ്പോൾ അത് റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡിൽ വരുമ്പോൾ അത് റിലക്റ്റൻസ് ആവും. ഇപ്പോൾ റിലക്റ്റൻസ് കുറയും തോറും മാഗ്നറ്റിക് ഫീൽഡിന് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള കഴിവ് കൂടുതലാണ്. രണ്ടാമത്തെ പാർട്ട് പോൾസ് ആണ്. പോൾസിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്ന് പോൾ കോറും മറ്റൊന്ന് പോൾ ഷൂവുമാണ്. പോൾസ് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബേസിക്കലി ക്യാരീസ് എ ഫീൽഡ് വൈൻഡിങ് വിച്ച് ഈസ് നെസസറി ടു പ്രൊഡ്യൂസ് ഫ്ലക്സ്. ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഫീൽഡ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഡയറക്ട്സ് ദ ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ എയർ ഗ്യാപ്പ് ടു ആർമേച്ചർ കോർ ടു ദ നെക്സ്റ്റ് പോൾ. ഇത് ഫ്ലക്സിനെ എയർ ഗ്യാപ്പിൽ കൂടെ ആർമേച്ചർ കോറിൽ എത്തിക്കുന്നു. പോൾ ഷൂ enlarges the area of armature core to come across the flux which is necessary to produce large induced EMF. ഇപ്പോൾ ലാർജ് ഇൻഡ്യൂസ്ഡ് EMF പ്രൊഡ്യൂസ് ചെയ്യാനാണ് ഇതിൻ്റെ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീൽ കൊണ്ടാണ്. ഇതിനെ യോക്കുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പം പോൾ കോറിൻ്റെയും പോൾ ഷൂവിൻ്റെയും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ഫിഗർ എടുത്ത് കാണിച്ചിട്ടുണ്ട്. യോക്കുമായിട്ട് അതെങ്ങനെ കണക്ട് ചെയ്തതെന്ന് നമുക്ക് ഈ ഫിഗർ നോക്കുമ്പോൾ കാണാം. അടുത്തത് മെയിൻ പാർട്ട് ഫീൽഡ് വൈൻഡിങ് ആണ്. ഫീൽഡ് വൈൻഡിങ് വൗണ്ട് ഓൺ ദ പോൾ കോർ വിത്ത് എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ ഈസ് ടു ക്യാരി കറന്റ് ടു എക്സൈറ്റ് ദ പോൾ. ഫീൽഡ് വൈൻഡിങ് ആണ് എക്സൈറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഫീൽഡ് വൈൻഡിങ്ങിന് എക്സൈറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നു. നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ദീസ് ഫീൽഡ് വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് and in such a direction around the pole core such that north and south poles are formed. Alternate ആയിട്ട് നോർത്ത് പോൾസും സൗത്ത് പോൾസും ഫോം ചെയ്യും. നമ്മൾ കൂടുതലും ഡി സി ജനറേറ്റർ ഉപയോഗിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കോയിലിലേക്ക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കോയിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തത് ആർമേച്ചറാണ്. ആർമേച്ചറും ഈ പറഞ്ഞതുപോലെ രണ്ട് പാർട്ടുകൾ, ആർമേച്ചർ കോറും ആർമേച്ചർ വൈൻഡിങ്ങും. ആർമേച്ചർ കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷാഫ്റ്റിലോട്ട് മൗണ്ട് ചെയ്തിരിക്കുന്നു, സിലിണ്ടറിക്കൽ ഷേപ്പാണ്. ആർമേച്ചർ കോർ പ്രൊവൈഡ്സ് ഹൗസ് ഫോർ ആർമേച്ചർ വൈൻഡിങ്, അതായത് ആർമേച്ചർ കണ്ടക്ടറിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ടു പ്രൊവൈഡ് പാത്ത് ഓഫ് ലോ റിലക്റ്റൻസ് ടു ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫീൽഡ് വൈൻഡിങ്, ഒരു ലോ റിലക്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുന്നു. ഇത് നിർമ്മിച്ചിരിക്കുന്നതും കാസ്റ്റ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ കൊണ്ടാണ്. ഒരു ആർമേച്ചർ കോറിൻ്റെ ഫിഗർ അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ ടൂത്ത്, എയർ ഡക്റ്റ്, സ്ലോട്ടിലാണ് ആർമേച്ചർ വൈൻഡിങ് ഇരിക്കുന്നത്. അപ്പോൾ അടുത്തത് ആർമേച്ചർ വൈൻഡിങ് ആണ്. ആർമേച്ചർ വൈൻഡിങ് എന്ന് പറഞ്ഞാൽ ദ ഇൻ്റർ കണക്ഷൻ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ് പ്ലേസ്ഡ് ഇൻ ദ സ്ലോട്ട്സ് പ്രൊവൈഡഡ് ഓൺ ദ ആർമേച്ചർ കോർ പെരിഫറി. സ്ലോട്ട്സിലാണ് ആർമേച്ചർ വൈൻഡിങ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇ എം എഫിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ആർമേച്ചറിൽ ഇ എം എഫ് ഉണ്ടാകുന്നു. അതായത് നമുക്കറിയാം, ബേസിക്കലി ഒരു ഡി സി ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ജനറേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഇവിടെ ആർമേച്ചർ വൈൻഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന മെറ്റൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോപ്പറാണ്. കോപ്പർ വൈൻഡിങ് ആണ് യൂസ് ചെയ്യുന്നത്. അഞ്ചാമത്തെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടു കൺവേർട്ട് എ സി ഇൻറ്റു ഡി സി. നമുക്കറിയാം, നോർമലി ഒരു ഡി സി ജനറേറ്റർ ആയാലും എ സി ജനറേറ്റർ ആയാലും ഉണ്ടാകുന്ന ഇ എം എഫ് എന്ന് പറയുന്നത് ആൾട്ടർനേറ്റിംഗ് നേച്ചറാണ്. ഡി സി ജനറേറ്ററിൽ നമ്മൾ ആ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജിനെ അല്ലെങ്കിൽ കറണ്ടിനെ ഡി സി ആക്കി, യൂണി ഡയറക്ഷണൽ കറണ്ടാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ. കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫെസിലിറ്റേറ്റ് ദ കളക്ഷൻ ഓഫ് കറണ്ട് ഫ്രം ആർമേച്ചർ കണ്ടക്ടേഴ്സ്, ടു കൺവേർട്ട് ഇന്റേണലി ഡെവലപ്ഡ് ആൾട്ടർനേറ്റിംഗ് ഇ എം എഫ് ടു ഡി സി ഇ എം എഫ്, ടു പ്രൊഡ്യൂസ് യൂണി ഡയറക്ഷണൽ ടോർക്ക് ഇൻ കേസ് ഓഫ് മോട്ടോഴ്സ്. മോട്ടോഴ്സിനെ സംബന്ധിച്ച് അവിടെ കമ്മ്യൂട്ടേറ്റർ ഉപയോഗിക്കുന്നത് യൂണി ഡയറക്ഷണൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് ബ്രഷസ് എന്ന് പറഞ്ഞാൽ അത് സ്റ്റേഷനറി പാർട്ടാണ്. കമ്മ്യൂട്ടേറ്ററിൻ്റെ സർഫസിലാണ് ബ്രഷസിനെ കൊടുത്തിരിക്കുന്നത്. യൂസ് ടു കളക്ട് കറണ്ട് ഫ്രം കമ്മ്യൂട്ടേറ്റർ ആൻഡ് മേക്ക് ഇറ്റ് അവൈലബിൾ ടു സ്റ്റേഷനറി എക്സ്റ്റേണൽ സർക്യൂട്ട്. കമ്മ്യൂട്ടേറ്ററിൽ ഉണ്ടാകുന്ന യൂണി ഡയറക്ഷണൽ കറണ്ടിനെ അത് സ്റ്റേഷനറി എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രഷസ് ഉപയോഗിക്കുന്നത്. ബ്രഷസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സോഫ്റ്റ് മെറ്റീരിയൽ ലൈക്ക് കാർബൺ. കാർബൺ ബ്രഷുകളാണ് ഡി സി ജനറേറ്ററിൽ അല്ലെങ്കിൽ ഡി സി മോട്ടറിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. രണ്ട് തരത്തിലുള്ള ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. ആർമേച്ചറിനെ കണക്ട് ചെയ്യുന്ന രീതിക്കനുസരിച്ച് രണ്ട് തരത്തിലുള്ള ആർമേച്ചർ വൈൻഡിങ് ഉണ്ട്. ഒന്ന് ലാപ്പ് വൈൻഡിങ്ങും മറ്റൊന്ന് വേവ് വൈൻഡിങ്ങും. ഇ എം എഫ് ഇക്വേഷൻ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ലാപ്പ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും വെച്ച് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിൽ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് യൂസ്ഡ് ഫോർ ലോ വോൾട്ടേജ് ഹൈ കറണ്ട് മെഷീൻസിലാണ് ലാപ്പ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. ലോ വോൾട്ടേജിലും ഹൈ കറണ്ടിലും വർക്ക് ചെയ്യുന്ന മെഷീൻസിലാണ് ലാപ്പ് വൈൻഡിങ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ നമ്പർ ഓഫ് പാരലൽ പാത്സ് എ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസിന് ഈക്വൽ ആയിരിക്കും. അതായത് എ ഈസ് ഈക്വൽ ടു പി ആയിരിക്കും. വേവ് വൈൻഡിങ്ങിലാണെങ്കിൽ ഇവിടെ ലാപ്പ് വൈൻഡിങ്ങിൻ്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് ലോ കറണ്ട് ഹൈ വോൾട്ടേജ് മെഷീനിലാണ് വേവ് വൈൻഡിങ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ നമ്പർ ഓഫ് പാരലൽ പാത്സ് എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു പി, വേവ് വൈൻഡിങ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 2. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നത് ഹൈ കറണ്ട് ലോ വോൾട്ടേജ് മെഷീനും, വേവ് വൈൻഡിങ് ആണെങ്കിൽ ലോ കറണ്ട് ഹൈ വോൾട്ടേജ് മെഷീനിലുമാണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ടോപ്പിക്ക് ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ഡി സി ജനറേറ്റർ. ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ഡി സി ജനറേറ്റർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റിന് റിപ്പീറ്റഡായി ചോദിക്കുന്ന ഒരു ഏറ്റവും എളുപ്പമുള്ള ഒരു ക്വസ്റ്റിനാണ് ഒന്നാമത്തെ മൊഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഇക്വേഷനിലോട്ട് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടേംസ് ആവശ്യമുണ്ട്. ആ ടേംസ് നിങ്ങൾക്ക് അറിയാവുന്ന ടേമുകൾ തന്നെയാണ്. ഒന്ന്, ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഫ്ലക്സ് പെർ പോൾ ഇൻ വെബർ. ഇസഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്. പി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോൾസ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പാരലൽ പാത്സ്. വേവ് വൈൻഡിങ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു 2, ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എ ഈസ് ഈക്വൽ ടു പി. നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചതാണ്. വേർ എൻ ഈസ് ദ സ്പീഡ് ഓഫ് ആർമേച്ചർ ഇൻ RPM. എൻ്റെ യൂണിറ്റ് ആണ്. ഇ ജി എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യുന്ന ഇ എം എഫ് അല്ലെങ്കിൽ ഇ എം എഫ് പെർ പാരലൽ പാത്തിനെയാണ് ഇ ജി എന്ന് കണക്കാക്കുന്നത്. ഇ ജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഫ്ലക്സ് കട്ട് ബൈ 1 കണ്ടക്ടർ ഇൻ 1 റെവല്യൂഷൻ ഓഫ് ആർമേച്ചർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് d5 എന്നെടുക്കാം. ഫ്ലക്സിനെ d5 എന്ന് പറയുന്നത് p5 വെബറായിട്ട് എടുത്തിരിക്കുന്നു.
ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ റെവല്യൂഷൻ, ഒരു റെവല്യൂഷന് വേണ്ടി എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 60/n സെക്കൻഡാണ്. അപ്പോൾ ആദ്യം d5യെ p5 എന്നെടുത്തിരിക്കുന്നു, ടൈം dt ഈസ് ഈക്വൽ ടു 60/n എന്നെടുത്തിരിക്കുന്നു. അപ്പോൾ EMF ജനറേറ്റഡ് പെർ കണ്ടക്ടർ എന്ന് പറയുന്നത് d5/dt ആണ്. d5/dt ആണ് ഉണ്ടാകുന്ന EMF, അതായത് ഫ്ലക്സിന് ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ d5യെ നമ്മൾ p5 ആയിട്ട് എടുത്തിരിക്കുന്നു, dt-യെ 60/n എന്നെടുത്തിരിക്കുന്നു. സോ d5/dt ഈസ് ഈക്വൽ ടു p5/60/n, ദാറ്റ് ഈസ് ഈക്വൽ ടു p5n/60. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ p5n/60 വോൾട്ട് എന്ന് കിട്ടുന്നു. വോൾട്ടാണ് EMFൻ്റെ യൂണിറ്റ്. EMF ഓഫ് ദ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ EG എന്നെടുക്കാം. EG എന്ന് പറഞ്ഞാൽ EMF പെർ പാരൽ പാത്താണ്, അതായത് EMF പെർ കണ്ടക്ടർ ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ സീരീസ് പെർ പാരൽ പാത്ത്. നമ്മൾ നേരത്തെ EMF ജനറേറ്റർ പെർ കണ്ടക്ടർ കണ്ടുപിടിച്ചു, അതായത് p5n/60 ഇൻറ്റു നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ പാരൽ പാത്ത് എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെ Z എന്നറിയാം. പാരൽ പാത്ത് A ആണ്, അതുകൊണ്ട് Z/A. ടോട്ടൽ EG ഈക്വൽ ടു p5nZ/60A എന്ന് കിട്ടും. ഇനി വേവ് വൈൻഡിങ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 2 ആണ്. അപ്പോൾ EGയുടെ ഇക്വേഷൻ EG ഈക്വൽ ടു p5Zn/120 എന്ന് വരും. അതുപോലെ വെൻ A ഈസ് ഈക്വൽ ടു P, അതായത് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ EG ഈസ് ഈക്വൽ ടു മേളിലും P ഉണ്ട്, താഴെ Aക്ക് പകരം P ഉണ്ട്. അപ്പോൾ അത് പരസ്പരം വെട്ടിപ്പോയിട്ട് പകരം EG ഈക്വൽ ടു 5Zn/60 എന്ന് വരും. മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ മുകളിൽ കാണിച്ചിരിക്കുന്ന p5nZ/60 ആണ്. ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക, വേവ് വൈൻഡിങ് ആണെങ്കിൽ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു P കൊടുക്കുക, വേവ് വൈൻഡിങ് ആണെങ്കിൽ A ഈസ് ഈക്വൽ ടു 2 കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യാവുന്നതാണ്. പ്രോബ്ലത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കും അത് ലാപ്പ് വൈൻഡിങ് ആണോ വേവ് വൈൻഡിങ് ആണോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്, DC മെഷീൻ്റെ കൺസ്ട്രക്ഷനും അതുപോലെ EMF ഇക്വേഷനും. അപ്പോൾ ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.